മലപ്പുറം കാളികാവിൽ 2.5 വയസ്സുകാരിക്ക് വീണ്ടും പിതാവിന്റെ ക്രൂരമർദ്ദനം. കുഞ്ഞിപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പിതാവിനെതിരെ ജുവനൈൽ ആക്ട് അനുസരിച്ച് കാളികാവ് പോലീസ് കേസെടുത്തു. കുട്ടിയുടെ തലയിലും മുഖത്തും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും മർദ്ദനമേറ്റ പാടുള്ളതായി മാതാവ്. അരുൺ അമൃത്നാഥ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. അരുൺ, പറയൂ, ഇപ്പോൾ പോലീസ് എന്താണ് പറയുന്നത്? കുഞ്ഞിന്റെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ആര്യ, ഈ മാസം 21-നാണ് ഈ സംഭവം നടക്കുന്നത്. കുഞ്ഞിനെ ആദ്യം വണ്ടൂർ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്ന് കാളികാവിലെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. വീണ്ടും ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ എത്തിച്ചത്. ഇവിടെ നിന്നാണ് പോലീസിന് വിവരം ലഭിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഈ സംഭവം എങ്ങനെയെന്നാൽ ഈ മാതാവിൻ്റെ വീട്ടിലായിരുന്നു ഈ കുഞ്ഞുള്ളത്. ഇവിടെ നിന്നാണ് ഈ പ്രതിയായ ജുനൈദ് വീട്ടിലേക്ക് കുഞ്ഞിനെ വിളിച്ചു കൊണ്ടുപോകുന്നത്. അവിടെ വെച്ചായിരുന്നു മർദ്ദിക്കുന്നത്. ഗുരുതരമായ പരിക്കേറ്റതിന് തുടർന്നാണ് ആദ്യം ഈ ആശുപത്രിയിലേക്കൊക്കെ എത്തിക്കുന്നത്. നിരന്തരമായി ഈ കുഞ്ഞിനെയും മാതാവിനെയും ജുനൈദ ഉപദ്രവിക്കുന്നതായാണ് നാട്ടുകാരും പ്രദേശവാസികളും ഒക്കെ പറയുന്നത്. നേരത്തെയും ഇതിനു മുമ്പും പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടെന്നാണ് ഈ കുടുംബവും ഇപ്പോൾ എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, നാടിനെ നടുക്കിയ സംഭവമായിരുന്നു 2.5 വയസ്സുകാരിയുടെ മരണം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാളികാവിൽ തന്നെ നടന്നത്. പിതാവിൻ്റെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് കുഞ്ഞ് മരണപ്പെട്ടത്. അതിന് പിന്നാലെ തന്നെയാണ് അതേ കാളികാവിൽ നിന്ന് മറ്റൊരു സംഭവം വരുന്നത് എന്നുള്ളത് എന്തായാലും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. കുഞ്ഞിൻ്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്നും കുഞ്ഞ് സുഖം പ്രാപിച്ചെന്നും മാതാവ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ ജുനൈദിനെതിരെ ജുനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിലൊക്കെ വിശദമായ അന്വേഷണം പോലീസ് തുടരുന്നുമുണ്ട്. ആര്യ, ശരി.